മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ ദൈവരാജ്യത്തെ വ്യക്തമാക്കുന്ന ഉപമകളാണ് അനാവരണം ചെയ്യുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വിതക്കാരൻ്റെ ഉപമ ധ്യാനിച്ചിരുന്നു. ഇന്ന് കളകളുടെ ഉപമയാണ്. വിതക്കാരൻ്റെ ഉപമയിൽ നിലത്തിൻ്റെ പ്രശ്നമാണ് പ്രധാന പ്രശ്നമെങ്കിൽ ഇവിടെ വിത്തിൻ്റെ പ്രശ്നമാണ് പ്രധാന പ്രശ്നമായിട്ട് അവതരിപ്പിക്കുക. ഇവിടെ നമ്മൾ ഏറെ ധ്യാനിക്കപ്പെടേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വിത്ത് വിതയ്ക്കുന്നത് ഉടമസ്ഥനാണ്, ഉടയവനാണ് വിത്ത് വിതയ്ക്കും. ആ വിത്ത് പകലാണ് വിതയ്ക്കുന്നത് എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രാത്രി ഉള്ള വിത കള്ളൻ്റേതാണ്, അല്ലെങ്കിൽ ദുഷ്ടൻ്റേതാണ്, അതുമല്ലെങ്കിൽ പിശാചിൻ്റേതാണ്. കാരണം ഉടമസ്ഥനാണ് ഈ നിലത്തിൻ്റെ അധിപൻ എങ്കിൽ അവന് പകല് ചെയ്യാം. പലപ്പോഴും ഈ അധിപന്മാർ ആണോ നമ്മൾ പലതിൻ്റെയും എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 3 വിഭാഗം ജനത്തെ നമുക്കിവിടെ കാണാൻ പറ്റും. ഒന്ന്, നല്ല വിത്ത് വിതയ്ക്കുന്ന ഉടമസ്ഥൻ. 2, ജോലിക്കാരൻ. 3, കളയുടെ വിത്ത് വിതയ്ക്കുന്നവൻ. ഇത് നമ്മുടെ ജീവിതവുമായിട്ട് താതാത്മ്യപ്പെടുത്തി ചിന്തിക്കേണ്ടതാണ്. നമ്മൾ നല്ല വിത്ത് വിതയ്ക്കുന്നവരാണ്. നന്മയുടെ സൃഷ്ടികൾ, ക്രിയാത്മകമായ നന്മകൾ നമ്മൾ ഈ സമൂഹത്തിന്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ഇടവകയ്ക്ക്, നമ്മുടെ സഭയ്ക്ക്, രാജ്യത്തിന് ഒക്കെ കൊടുക്കുന്നവരാണ്. ഒട്ടേറെ മനുഷ്യർ ക്രിയാത്മകമായി ഈ ലോകത്തിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ പേരുടെ നന്മകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ലോകം നിലനിന്ന് പോവുക. സാധാരണ അതിൽ പഴയ ഒരു ശൈലി അനുസരിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു വീട്ടിൽ ഒരാൾ ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കാനുണ്ടെങ്കിൽ ഒരു 3-4 പേർക്ക് ഒരു പണിയെടുക്കാതെ ഇരുന്നാലും ജീവിച്ചു പോകാനുള്ളത് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് പഴയ ഒരു ശാസ്ത്രം തിരുത്തി എഴുതപ്പെട്ടത്. ജനപ്പെരുപ്പം കുറഞ്ഞ കാലത്ത് ഉണ്ടായ ദാരിദ്ര്യം ജനപ്പെരുപ്പം കൂടിയപ്പോൾ ഇല്ലാതായതിൻ്റെ പൊരുൾ അതാണ്. എത്ര പേര് ഈ ലോകത്തിൽ അഡീഷണലായിട്ടുണ്ടാകുമോ അത്രയും പേരിൽ ഒരു 4-1 പണിയെടുക്കാനുണ്ടായാൽ മതി, ബാക്കി 4-3 ജീവിച്ചു പോകുള്ളൂ. നമുക്കറിയാം, നമ്മുടെ പൂർവികരുടെയൊക്കെ കാലത്ത് ഒട്ടേറെ ദാരിദ്ര്യമുണ്ടായിരുന്നു. ഇന്ന് ജനപ്പെരുപ്പം കൂടി എന്ന് പറയുമ്പോൾ ദാരിദ്ര്യം കുറഞ്ഞു എന്ന് പറയുമ്പോൾ പണ്ട് സർക്കാർ നമ്മളെ പഠിപ്പിച്ചതല്ല സത്യം, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ വകുപ്പൊക്കെ നമ്മളെ പഠിപ്പിച്ചതല്ല. കാരണം ജനപ്പെരുപ്പം ക്ഷാമമുണ്ടാക്കുമെന്ന് പറഞ്ഞാണ് ജനനിയന്ത്രണത്തിന് ഒക്കെ വഴിയൊരുക്കിയത് എന്ന് നമുക്കറിയാം. പക്ഷേ അതല്ല. അപ്പോൾ പറഞ്ഞു വന്നതിന് ചുരുക്കം ഇതാണ്: ഈ വിതയ്ക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. എൻ്റെ കുടുംബത്തിൽ ഞാൻ സൃഷ്ടിപരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നയാളാണ്. വിതയ്ക്കുന്നവരുടെ പക്ഷത്താണോ ഞാൻ? രണ്ടാമതായിട്ട്, പറിച്ചു കൂട്ടുന്ന ഒരു വിഭാഗം ജനമുണ്ട്. അതായത് ഉടമസ്ഥരല്ല, അവർ ജോലിക്കാരാണ്. ജോലിക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അത് ആത്യന്തികമായി നന്മയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ജോലിക്കാരുടെ എണ്ണം, അല്ലെങ്കിൽ ഈ പറിച്ചു കൂട്ടുന്നവരുടെ എണ്ണം ഇന്ന് വളരെ കൂടുതലാണ്. ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിനെ വിമർശിക്കുക, കളിയാക്കുക, കുറ്റപ്പെടുത്തുക, ആരോപണങ്ങൾ ഉന്നയിക്കുക, ഇതൊക്കെ വേലക്കാരുടെ പരിപാടിയാണ്. പറിച്ചുകൂട്ടലാണ്. ഈ പറിച്ചു കൂട്ടാനുള്ള വെപ്രാളം ഇന്ന് ഏറെ കൂടുതലാണ്. അത് കുടുംബത്തിലായിക്കോട്ടെ, സഭയിലായിക്കോട്ടെ, ഇടവകയിലായിക്കോട്ടെ, എവിടെയായാലും ഈ പറിച്ചു കൂട്ടലുകാര്, തിരുത്തലുകാരാണ്. തിരുത്തലുകാരും വിമർശനക്കാരും ഒക്കെ ഒരുപാട് കൂടുതലാണ്.
സോഷ്യൽ മീഡിയകളിൽ മുഴുവൻ ഈ പറച്ചുകൂട്ടലുകാരുടെ ബഹളമാണ്. പറച്ചുകൂട്ടലുകാർ വളരെ സജീവമാണ്. അവരുടെ ഒരു പ്രശ്നം ആത്യന്തിക നന്മ അവർക്ക് വേണ്ട, ഉടമസ്ഥൻ്റെ മനസ്സെന്താണെന്ന് അറിയണമെന്നില്ല, ഇതിൻ്റെ വിതച്ചവൻ്റെ വികാരം എന്താണെന്ന് നോക്കേണ്ടതില്ല. ഈ പറിച്ചുകൂട്ടലിൻ്റെ ബഹളമാണ്. ഈ ബഹളത്തിൽ നഷ്ടപ്പെടുന്നത് നന്മയാണ് എന്നാണ് ക്രിസ്തു പഠിപ്പിക്കുക. കളയെ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം, ബൈബിളിലുടനീളം സസ്യത്തെ തിരിച്ചറിയാനായിട്ട് ക്രിസ്തു പഠിപ്പിക്കുന്ന പാഠം നമ്മളൊക്കെ തിരിച്ചറിയുന്നത് അതിൻ്റെ ആകൃതിയിലും അതിൻ്റെ ഷേപ്പിലും അതിൻ്റെ കൊഴുപ്പിലും അതിൻ്റെ ഇടുപ്പിലും അതിൻ്റെ മട്ടിലും അതിൻ്റെ ഭാവത്തിലും ഒക്കെയാണെങ്കിൽ ക്രിസ്തു പലപ്പോഴും സസ്യത്തെ അറിയുന്നത് ഫലത്തിൽ നിന്ന് അറിയുക എന്നുള്ളത്. ഇവിടെ ഈ കള എന്ന് പറയുന്ന വാക്ക് സിസാനിയോ എന്ന ഗ്രീക്ക് വാക്കാണ് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചുള്ളത്. ആ വാക്കിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അതൊരു ചെടിയുടെ പേരാണ്. കള തന്നെയാണ്. സാധാരണഗതിയിൽ ഗോതമ്പ് വയലിൽ കാണപ്പെടുന്ന കളയാണ്. അത് ചെറുതായിരിക്കുമ്പോൾ ഗോതമ്പിൻ്റെ അതേ ഷേപ്പാണുള്ളത്. പക്ഷേ ഇത് അതിന് കതിരണിയുമ്പോൾ ഗോതമ്പിൽ നിന്ന് വ്യത്യാസമുണ്ട്. അപ്പോൾ കതിരണിയുമ്പോൾ മാത്രമാണ് കളയെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫലത്തിൽ നിന്ന് ഗോതമ്പിനെയും കളയെയും തിരിച്ചറിയണം എന്നുള്ളതാണ്. ഒരുവൻ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ, ഒരുവനൊരു കാര്യം പറയുമ്പോൾ, ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം എന്താണ് ഉദ്ദേശിക്കുക, ആ ഫലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊരു കാര്യത്തോടുകൂടി, ഏതൊരു ലക്ഷ്യത്തോടുകൂടി ഒരു കാര്യത്തെ, ഒരു കർമ്മത്തെ ചെയ്യുന്നുവോ, ഒരു കാര്യം പറയുന്നുവോ, ആ കാര്യത്തിൻ്റെ ലക്ഷ്യം ആണ് മിക്കവാറും അതിൻ്റെ ഫലം തീരുമാനിക്കുക. അപ്പോൾ ഈ ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. വിമർശനങ്ങളും ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ മോഡേൺ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറയണേ, നമ്മുടെ ഈ ട്രോളുകളും ഒക്കെ. ഈ ട്രോളുകൾ എന്ന് പറയുന്നത് ഈ പറച്ചുകൂട്ടലുകളാണ്. ചില ട്രോളുകൾ പറിച്ചുകൂട്ടലുമല്ല, കളവതയ്ക്കലാണ്. അതിൻ്റെ ലക്ഷ്യമനുസരിച്ചാണ് ഇത് പറച്ചുകൂട്ടലാണോ, ഞാൻ തിരുത്താൻ വേണ്ടിയിട്ടാണ്, നേരെയാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്ന് പറയുന്നവർ ഈ പറച്ചുകൂട്ടലുകാരാണ്. പക്ഷെ നേരെ ആകുന്നുണ്ടോ? ആകുന്നില്ല. നല്ലത് നന്മ നഷ്ടപ്പെടുകയും. വീട്ടിൽ ഒരു കറി ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ കറിക്ക് കുറ്റം പറയുന്നവൻ ഈ പറിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. പക്ഷേ ആ ഉണ്ടാക്കിയ ആളുടെ മനസ്സ് തകരുന്നു, നന്മ തകരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കാതെ പോവുകയും. അപ്പോൾ ഈ പറിച്ചുകൂട്ടലുകളിലൊക്കെ ഒരുപാട് നന്മകളുടെ നാശങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരാൾ ഒരു സദ്യയിൽ നമ്മൾ പോയിരിക്കുമ്പോൾ ആ സദ്യയിലെ ഒരു വിഭവത്തെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ മറ്റൊരാൾ അഡ്ജസ്റ്റ് ചെയ്ത് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ കുറ്റപ്പെടുത്തുന്നത്. ഈ കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോൾ അടുത്തിരിക്കുന്നയാളുടെ മനസ്സും പതറിപ്പോവുകയാണ്. വിളമ്പിയവൻ്റെ മനസ്സും ഉണ്ടാക്കിയവൻ്റെ മനസ്സും ആതിഥേയൻ്റെ മനസ്സും തൊട്ടടുത്തിരിക്കുന്ന അതിഥിയുടെ മനസ്സും ഒക്കെ നീ കളപറിച്ചു കൂട്ടുന്ന കൂട്ടത്തിൽ പറിച്ചു കളയുക. ഒരു വാക്ക്, ഒരു നോട്ടം, ഒരു ഓഞ്ഞ ചിരി ഒക്കെ നിൻ്റെ പറിച്ചുകൂട്ടലുകളാണ് എന്ന് നീ പറയുമ്പോഴും ഒട്ടേറെ നന്മയുടെ ഗോതമ്പുകളെ നീ പറിച്ചു കളയുന്നുണ്ട്. അതുകൊണ്ട് അരുത് എന്ന് ക്രിസ്തു ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ ഒരു വിഭാഗം ഈ കളയുടെ വിത്ത് വിതയ്ക്കുന്നവർ. കളയുടെ വിത്ത് വിതയ്ക്കുക വളരെ രസകരമാണ്. കാരണം മുതൽ അവൻ്റെ അല്ല, ഈ ഭൂമി അവൻ്റെ അല്ല. പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ കാണുന്നൊരു ട്രെൻഡുണ്ട്. അതായത് ഒരു പോസ്റ്റ് ഇട്ടു, ആ പോസ്റ്റിൻ്റെ അടിയിൽ കമൻറ്റിൻ്റെ സാധ്യതയുണ്ട്.
ഈ കമൻറ്റിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഈ കള വതയ്ക്കാനായിട്ടുള്ള സാധ്യതയായിട്ടാണ് പലരും കണ്ടിട്ടുള്ളത്. കളയുടെ വിത്ത് അതിൻ്റെ അകത്തിട്ടിട്ട് പോകും. ലൈക്ക് ഡിസ്ലൈക്ക്, അതും കളയുടെ വിത്തിടുന്ന ദുഷ്ടന്മാരുടെ മേഖലകൾ ഒരുപാട്. ശ്രദ്ധിച്ചു നോക്കിയാൽ നല്ലതാണ്. ഓരോന്നും എന്തെങ്കിലും ചെയ്തു, അവനാ ചെയ്തതിൽ എനിക്കെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവനെ നേരിട്ട് വിളിച്ച് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ ആ രീതിയിൽ തിരുത്തിയാൽ പോരെ. അതുമല്ലെങ്കിൽ അവൻ്റെ പറമ്പിൽ ഞാനെന്തിനാ പോയി കമൻ്റ് ഇടണേ, എനിക്ക് വേറൊരു പറമ്പിട്ടിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞാൽ പോരെ. അപ്പോൾ ഈ കള വിതയ്ക്കുന്ന മനുഷ്യർ ഉടമസ്ഥതയില്ലാത്തവരാണ്. ഒരു വീട്ടിലെ കുറ്റം അപ്പുറത്തെ വീട്ടിൽ പോയി പറയുന്നവൻ കള വിതയ്ക്കുന്നവനാണ്. വികാരി അച്ഛൻ്റെ കുറ്റം അപ്പുറത്തവൻ്റെ അടുത്ത് പോയി പറയുന്നവൻ കള വിതയ്ക്കുന്നവനാണ്. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ കുറ്റം ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ എന്ന് പറയുന്നവൾ കള വിതയ്ക്കുന്നവളാണ്. അധ്യാപകൻ്റെ കുറ്റം വിദ്യാർത്ഥി കൂട്ടുകാരനോട് പറയുന്നതും കള വിതയ്ക്കലാണ്. ആരാൻ്റെ മുതൽ എൻ്റെ വിത. ഈ മനുഷ്യനും അവൻ്റെ സൃഷ്ടിയും നമ്മുടെയല്ല. പക്ഷേ ഈ ഉടമസ്ഥതയില്ലാത്തിടത്ത് വിതയ്ക്കുന്നതൊക്കെയും ദുഷ്ടനാണ്, പിശാചിൻ്റെ പ്രതീകമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ ഏത് പക്ഷത്താണ് ജീവിക്കുക എന്നുള്ളതാണ് ധ്യാന വിഷയം. ഞാൻ നല്ല വിത്ത് വിതയ്ക്കുന്ന ഉടമസ്ഥനാണോ, ഞാൻ പറിച്ചുകൂട്ടാൻ വെപ്രാളം കാണിക്കുന്ന പണിക്കാരനാണോ, ഞാൻ കളയുടെ വിത്ത് വിതയ്ക്കുന്ന ദുഷ്ടനായ അല്ലെങ്കിൽ പിശാചിൻ്റെ പ്രതീകമായ വ്യക്തിത്വമാണ്? ഈ മൂന്ന് വ്യക്തിത്വങ്ങൾ മൂന്ന് ബിംബങ്ങളുടെ പ്രതീകമാണ്. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ നന്മയുടെ മൂർത്തിമഭാവമായ ദൈവത്തിൻ്റെ പ്രതീകമാണെങ്കിൽ, ഈ പറിച്ചുകൂട്ടലുകാരൻ മാനുഷിക ഭാവങ്ങളുള്ള വികാരജീവികളുടെ പ്രതീകമാണ്. അതേസമയം കള വിതയ്ക്കുന്നവൻ പിശാചിൻ്റെ പ്രതീകമാണ്. നീ ദൈവത്തിൻ്റെ പ്രതീകമായി പ്രതിനിധിയായി ജീവിക്കുമോ, നീ വെറും മനുഷ്യനായി ജീവിക്കുമോ, അതോ നീ പിശാചായിട്ട് ജീവിക്കുമോ എന്നതാണ് ഇന്നത്തെ വചനം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ചോദ്യചിഹ്നം. നമ്മൾ പക്ഷം ചേരുമ്പോൾ ഏത് പക്ഷത്ത് നിൽക്കണം? ഒരു പക്ഷവുമില്ല എന്ന് പറയുന്നത് തന്നെ ഒരു പക്ഷമാണ്. അത് ഈ പറയുന്ന പിശാചിൻ്റെ പണിപ്പുരയാണ്. അപ്പോൾ നമ്മുടെ വിതയ്ക്കലുകൾ ഒന്ന് ഓർക്കുക. ഒരു കാര്യം ഉറപ്പാണ്, ഫലത്തിൽ നിന്ന് ഈ കർമ്മത്തെ തിരിച്ചറിയാനായിട്ട് പറ്റും. നമ്മുടെ ജീവിതത്തിൽ നല്ല വിത്ത് വിതയ്ക്കുന്ന, ക്രിയാത്മകമായ നന്മകളുണ്ടാക്കുന്ന, നല്ല വാക്കുകൾ പറയുന്ന, നല്ല നോട്ടങ്ങൾ നോക്കുന്ന, നല്ല സ്പർശങ്ങൾ കൊടുക്കുന്ന, നല്ല കർമ്മങ്ങളുണ്ടാക്കുന്ന മനുഷ്യരായി ഈ നല്ല വിധക്കാരൻ്റെ ഉടമസ്ഥൻ്റെ പക്ഷത്തു നിന്ന് ജീവിക്കാനുള്ള കൃപ യാചിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് തുടരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.